എൻ്റെ പേര് മാളവിക. ഞാൻ ഹ്യൂമാനിറ്റീസ് ആണ് എടുത്തത്. ഇത് ക്വാളിറ്റി എന്താ പറയാ, ഞാൻ എൻ്റെ ലാപ്ടോപ്പിലാണ് ഇത് എടുത്തത്, അതുകൊണ്ടാണ് ക്വാളിറ്റി അത്ര അല്ലാത്ത. സോ ഞാൻ അപ്പിയർ ചെയ്ത പേപ്പേഴ്സ് ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ്, പിന്നെ സെക്ഷൻ 1 ഇംഗ്ലീഷ് ആണ്. ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. 40 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്ക പേപ്പേഴ്സും ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറഞ്ഞപ്പോൾ ഒരു 1 to 10 ആണെങ്കിൽ ഒരു 5, 4 അത്ര ഡിഫിക്കൽട്ട് ആയിരുന്നില്ല. ടു ബി ഓണസ്റ്റ്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഈസി ആയിരുന്നു. പിന്നെ പാർട്സ് എന്ന് പറയുകയാണെങ്കിൽ ഹിസ്റ്ററി കൂടുതൽ ഒരു രാജാക്കന്മാരുടെ ചാപ്റ്റർ ഉണ്ട്, വിജയനഗര, പിന്നെ ട്രാവലേഴ്സിന്റെ ചാപ്റ്റർ, അതിൽ നിന്നാണ് കൂടുതൽ വന്നത്. ഇംഗ്ലീഷ് ജസ്റ്റ് ഗ്രാമർ, ആന്റോണിംസ്, സിനോണിംസ്, അഡ്ജക്റ്റീവ്സ്, പിന്നെ ഫോറിൻ വേർഡ്സ് എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് മീനിങ് കണ്ടുപിടിക്കുക, അത്. പിന്നെ സോഷ്യോളജി എനിക്കത് പോയിന്റ് ചെയ്യാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. സോഷ്യോളജി പല സ്ഥലത്തു നിന്ന് മിക്സ്ഡ് ആയിട്ടായിരുന്നു വന്നത്, അതുകൊണ്ട് മേജർ പാർട്സ് എന്ന് പറയാൻ പറ്റില്ല. കാസ്റ്റിന്റെ ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സ് കണക്കിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ വിചാരിച്ചാലും കുറവായിരുന്നു വന്നത്, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ കൂടുതൽ തിയറി ചെയ്യുന്നു. കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ പ്രിഫേർഡ് യൂണിവേഴ്സിറ്റീസ്, ഞാൻ ആദ്യം ഡൽഹി യൂണിവേഴ്സിറ്റി എടുക്കാന്ന് വെച്ചിട്ടായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. പക്ഷെ അവിടെ അത് എക്കണോമിക്സ് ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. എക്കണോമിക്സ് എടുക്കണമെങ്കിൽ സയൻസ് എടുത്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നമ്മുടെ ഹയർ സെക്കൻഡറിയിൽ മാത്സ് എടുത്തിട്ടുണ്ടാവണം, അതുകൊണ്ട് ഞാനത് വിട്ടു. പിന്നെ ഞാൻ ഇത് കൊടുക്കണത് ടാറ്റ, ജാമിയ മിലിയ, ഹൈദരാബാദ് ഒക്കെയാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ CUET എക്സ്പീരിയൻസ് വാസ് നൈസ്. മിക്ക അവിടെ ഉണ്ടായിരുന്ന ഇൻവിജിലേറ്റേഴ്സും നൈസ് ആയിരുന്നു. വൃത്തിയുള്ള സ്ഥലമായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ സെന്ററും ഞാൻ ഉദ്ദേശിച്ചതിലും എളുപ്പമായിരുന്നു എത്താൻ. ഞാൻ ആംഗണ്ടൂരാണ്, തൃശ്ശൂർക്ക് ഒരു 3/4 മണിക്കൂർ നേരം പോണമെങ്കിലും വാസ് നൈസ്. പിന്നെ പ്രപ്വൈസ് സത്യം പറഞ്ഞാൽ എടുത്തത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് അറിയുണ്ടായിരുന്നില്ല ഇതിന് NCERTയുടെ സിലബസ് ആണ് വേണ്ടത് എന്ന് എനിക്ക് അറിയുണ്ടായില്ല. സോ പ്രപ്വൈസ് എടുത്താൽ നന്നായി സത്യം പറഞ്ഞാൽ. ആ മോക്ക് ടെസ്റ്റ്, ഞാൻ ക്ലാസ് കാണുന്നേക്കാളും കൂടുതൽ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്ത് നോക്കിയത്. അത് വളരെയധികം ഉപകാരപ്പെട്ടു. പിന്നെ തന്നെ ഏറ്റവും അധികം ഞാൻ യൂസ് ചെയ്തതും ഏറ്റവും അധികം ഉപകാരപ്പെട്ട മെറ്റീരിയൽസും മോക്ക് ടെസ്റ്റുകളായിരുന്നു. സോ താങ്ക്സ് ഫോർ ദാറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ചും കൂടി ഓൺലൈൻ ക്ലാസ്സിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഓൺലൈൻ ക്ലാസ്സിൽ പറയാനുള്ളത്, ഞങ്ങൾക്ക് ശരിക്കും എല്ലാം അറിയുന്നുള്ളത് പോലെയാണ് ഓൺലൈൻ ക്ലാസ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ. എസ്പെഷ്യലി കണക്കുകൾ സത്യം പറഞ്ഞത് അത് കുറച്ച് കഷ്ടപ്പാടാണ് മനസ്സിലാക്കാൻ. കാരണം ഞങ്ങള് ഹ്യൂമാനിറ്റീസ് ഒക്കെ എന്താ പറയാ, ഞങ്ങള് മാത്സ് എന്ന് പറയുന്ന സാധനം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കുറെ പേര് ഹ്യൂമാനിറ്റീസ് വന്ന് എടുത്തിരിക്കുന്നത്. അതിലൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കിഷ്ടമാണ് മാത്സ്, പക്ഷെ എനിക്കത് ഇനി പഠിക്കണ്ട എടുക്കാത്തത്. പക്ഷെ ഇതിന് മാത്സ് നിന്ന് കേട്ടപ്പോൾ ഞാൻ കുറച്ച് പരിങ്ങി. ഇവിടുത്തെ ക്ലാസ് കേട്ടപ്പോൾ അതിലും കൂടുതൽ പരിങ്ങി, കാരണം എനിക്ക് അറിയാത്ത കുറെ സംഭവങ്ങളൊക്കെ ഒന്നും പറയുന്നുണ്ടായിരുന്നു. സോ എന്താ പറയാ, തുടക്കത്തിൽ തന്നെ എല്ലാം പറഞ്ഞൊന്ന് ഇതാക്കണമെങ്കിൽ നന്നായിരിക്കും. ദാറ്റ്സ് ഓൾ വാട്ട് ഐ ഹാവ് ടു സേ. സോ താങ്ക് യു.